ചാത്തന്നൂർ ചിറക്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഫണ്ട് തടഞ്ഞുവെച്ചതായി പരാതി. ജൂൺ 30-ന് മുമ്പായി ഫണ്ട് നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നൽകിയില്ല. ഈ സാഹചര്യത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് രക്ഷിതാക്കൾ. ചാത്തന്നൂർ ചിറക്കര ഗ്രാമപഞ്ചായത്തിലാണ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ഫണ്ട് തടഞ്ഞുവെച്ചതായി പരാതി ഉയർന്നത്. വിദ്യാർത്ഥികൾക്ക് വർഷം 28,500 രൂപയാണ് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന് നൽകുന്നത്. നിലവിലെ സ്കോളർഷിപ്പ് അടുത്ത തവണ കിട്ടാൻ സമയമായിട്ടും ഇതുവരെ നൽകിയിട്ടില്ല. സ്കോളർഷിപ്പ് മാർച്ചിന് മുമ്പ് നൽകേണ്ടതായിരുന്നു. പരവൂർ നഗരസഭ, പൂതക്കുളം, ചാത്തന്നൂർ, കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഫണ്ട് വിനിയോഗം കൃത്യമായി നടന്നപ്പോഴും ചിറക്കര ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് ഫണ്ട് വിതരണം വൈകുന്നത്. പഞ്ചായത്തിന്റെ ബഡ് സ്കൂൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷമായിട്ടുണ്ട്. അതിൻ്റെ അത് വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മകനെ ഭിന്നശേഷിക്കാരൻ എൻ്റെ മകനെ പൂതക്കുളം പഞ്ചായത്തിലെ ഒരു സ്കൂളിൽ അയക്കുകയായിരുന്നു. പക്ഷേ അതാത് പഞ്ചായത്തിൽ അയക്കാത്ത കുട്ടികളെ അവർ വന്ന് വിളിച്ചുകൊണ്ട് പോകില്ല. ഇതാകുമ്പോൾ നമ്മളെ കുട്ടികൾ വിളിച്ചുകൊണ്ട് പോയി തിരിച്ചുകൊണ്ട് വരികയും ചെയ്യും. അപ്പോൾ അതാത് പഞ്ചായത്തിന് അനിവാര്യമായതുകൊണ്ട് അന്ന് ഒരു മെമ്പറായിട്ടുള്ള ഇന്ന് പ്രസിഡൻ്റായിട്ടുള്ള ഉല്ലാസ് മെമ്പറുടെ ഈ കാര്യം സമീപിക്കുകയും അദ്ദേഹം അത് വളരെ കാര്യമായിട്ട് ടേക്കപ്പ് ചെയ്യുകയും അത് പഠിക്കുകയും അത് ഉടനെ നമ്മളെ ബഡ് സ്കൂളിൽ കൊണ്ടുവരികയും ചെയ്യുന്നതിന് അദ്ദേഹമാണ് കൊണ്ടുവരാൻ മെയിനായിട്ട് അതിനകത്ത് ഇപ്പോഴത്തെ പ്രസിഡൻ്റായ ഉല്ലാസ് കൃഷ്ണനാണ് അതിന് എടുത്തിരിക്കുന്നത്. അത് ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അത് ഉപകരിച്ചു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ വളരെ വിഷമമുണ്ട്. നമുക്ക് ആരുടെ ഒന്നും പറയാനും വയ്യ. ഈ കുട്ടികൾക്ക് വേണ്ടി നമുക്കേ സംസാരിക്കാൻ പറ്റും. ഈ കുട്ടികൾ അതിനുവേണ്ട പ്രാപ്തരല്ല. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് വരണമെന്നുണ്ട്. അവരെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. സ്കിൽ ഓവർ പ്രോജക്ട് പ്രകാരം ഉടനെ ഫണ്ട് നൽകുമെന്നാണ് ICDS ചെയർപേഴ്സൺ പറയുന്നത്. ജൂൺ 30-ന് മുമ്പ് ഫണ്ട് നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും നൽകിയിട്ടില്ല. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കാലാകാലങ്ങളായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്വാമിനീതി വകുപ്പും ചേർന്ന് നൽകുന്ന സ്കോളർഷിപ്പ് എല്ലാ വർഷവും കിട്ടാറുണ്ട്. എന്നാലും ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞങ്ങൾക്കത് മുടക്കം സംഭവിച്ചേക്കാണ്. നമ്മൾ അന്വേഷിച്ചപ്പോൾ പൊതുവെ, അതായത് കേരളത്തിൽ മുഴുവൻ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കാര്യത്തിൽ സ്കോളർഷിപ്പിനകത്തൊരു വീഴ്ച വന്നിട്ടുണ്ട് എന്നറിയാൻ സാധിച്ചു. എന്നാൽ ഈ ചിറക്കര പഞ്ചായത്തിൽ ഞങ്ങൾക്ക് നാളിതുവരെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒരു 5 പൈസ പോലും സ്കോളർഷിപ്പായി കിട്ടിയിട്ടില്ല. കുട്ടികളുടെ ഇത് ആനുകൂല്യം മാത്രമല്ല, ഇതുവരുടെ അവകാശമാണ്. ശരിക്കും ഇതുവരുടെ അവകാശ ലംഘനമാണ് നടക്കുന്നത്. അതുപോലെ തന്നെയാണ് പുതിയ സാമ്പത്തിക വർഷം, അതായത് 2026-27 സ്കോളർഷിപ്പിൻ്റെ അപേക്ഷ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ പൈസ പോലും കിട്ടാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെപ്പറ്റി വളരെയധികം ആശങ്കയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫണ്ട് വരാൻ വൈകുന്നതാണ് നൽകാൻ കാലതാമസം നേരിടുന്നതിന് കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. ഫണ്ട് നൽകാത്ത സാഹചര്യത്തിൽ തിരുവോണ നാളിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ രക്ഷിതാക്കൾ പഞ്ചായത്തിന്റെ മുന്നിൽ ഓണാഘോഷം നടത്തുമെന്ന് പറയുന്നു. തുടർ നടപടി ഇത് ഞങ്ങൾ പലതവണ പഞ്ചായത്ത് അധികാരികളെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാവരെയും സമീപിക്കുകയും ഈ കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ അവരുമായിട്ട് ചോദിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അവർ ഞങ്ങളോടൊരു ഡേറ്റ് പറയും, ഇന്ന സമയം നമുക്ക് തരാം എന്ന് പറയുകയും, എന്നാൽ അതിനുശേഷം യാതൊരുവിധ കാരണവശാലും ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഫോൺ എടുക്കുകയില്ല, അതിനെപ്പറ്റി യാതൊരുവിധ അന്വേഷണം അറിയുകയില്ല. ഏറ്റവും അവസാനം ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ജൂൺ 30-ന് എല്ലാവർക്കും പൈസ ഫുൾ എമൗണ്ട് നൽകുമെന്നാണ് പറഞ്ഞു കേട്ടത്. എന്നാൽ ഈ ജൂലൈ ഇന്ന് 13-ആണ്. ഇത്രയും ദിവസമായിട്ട് ഇതിനെപ്പറ്റി യാതൊരുവിധ വിവരവും ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ പൈസ കിട്ടുന്നതിനെ പറ്റി അവർ പറയുന്നുമില്ല. ഫണ്ട് നൽകാത്ത സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളും രക്ഷിതാക്കളും സമരത്തിനൊരുങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.